ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് അടിപൊളിയായിട്ടുള്ളൊരു സേമിയ പായസം ഉണ്ടാക്കാൻ പോവാണ്. കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. വരും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തതിന് ശേഷം നമുക്കത് അടുപ്പിലേക്ക് വയ്ക്കുക. ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണ് നന്നായിട്ട് മെൽട്ടായതിന് ശേഷം, നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൽ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നമുക്കിത് വറുത്ത് കോരിയെടുക്കുക. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പ് കോരിയെടുത്തതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് സേമിയാണ്, 100 ഗ്രാംസ് ആണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്തെടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൊരിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൊരിഞ്ഞ് വരുന്നവരെ നോൺ സ്റ്റോപ്പായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം ഈ സമയത്ത്. അപ്പോൾ നമ്മൾ സേമിയ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ അതിൽ കുറച്ച് നെയ്യുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ പഞ്ചസാര, 1 കപ്പ് സേമിയാണ് എടുക്കുന്നത്, 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് കളർ വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ലൈറ്റ് കളർ വേണ്ടി നല്ല ഡാർക്ക് ബ്രൗൺ ആവേണ്ട കാര്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാരമലൈസർ എന്താവുന്ന പറഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ ലൈറ്റ് ബ്രൗൺ ആവട്ടെ, ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി നേരെ വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക 1/4 കപ്പ്. അതിനുശേഷം നന്നായിട്ട് നോൺ സ്റ്റോപ്പ് നമുക്കിത് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ കട്ടയൊന്നും കിട്ടാതെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ലൈറ്റ് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം പഞ്ചസാര ഇതൊക്കെ മിൽക്കായത് കരമലൈസ് ചെയ്തെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരുമിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം, 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ പാലാണ്.
പശുവും പാലാണ് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഉണ്ടല്ലോ, ഇനി കൂടുതൽ സമയം ഇത് നമുക്കത് തിളയ്ക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ സേമിയ ഇതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കിടന്ന് വേവട്ടെ. സേമിയക്ക് നന്നായി ഇളക്കി വന്നതിന് ശേഷം നമ്മൾ ചവ്വരി ഇല്ലെങ്കിൽ സാബുദാന 1 കപ്പ് സേമിയയിലേക്ക് 1/4 കപ്പാണ് നമ്മൾ ചവ്വരി ഇടുന്നത്. അത് നമ്മൾ കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് നമ്മൾ കുതിർത്തി വെക്കുക. അത് പായസം നമ്മൾ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ആവുമല്ലോ അത് ഉണ്ടാക്കി എടുത്തിട്ട് അതൊന്ന് കുതിർത്തിയാൽ മതി. കുതിർത്തുക. അപ്പോൾ നമ്മൾ റെഡിയായി പായസം ഉണ്ടാക്കുമ്പോഴേക്ക് അതും കുതിർന്ന് വരും കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചവ്വരിയും പിന്നെ നമ്മുടെ സേമിയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വേവിക്കുക മാത്രമല്ല നന്നായിട്ട്. അപ്പം നമ്മുടെ സേമിയയും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിതിൽ മധുരം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ മതിട്ടോ, മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറച്ചൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതേസമയം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയെ കാണാൻ നമ്മുടെ വ്യത്യസ്തമായ ഡിഫറെൻ്റായ സേമിയ പായസം അല്ലേ. ഇനി നിങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ കണ്ടു കഴിഞ്ഞാൽ. എനിക്കിങ്ങനെ ആ മണം ഏലക്കയുടെ ഇട്ടപ്പോഴേ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല കളർ കണ്ടല്ലേ, കാരമലൈസ് ചെയ്തുകൊണ്ടാണ് കളറൊക്കെ വന്നത്. വ്യത്യാസമായിട്ടല്ലേ ഇപ്പം ഞാൻ ചെയ്തത്. അപ്പോൾ കണ്ടോ, ചിലവരൊക്കെ പറയാറുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പായസം കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യണം. അതുകൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പായസം നന്നായി കുറിയൊന്ന് എല്ലാം കറക്റ്റാണ്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റിന് ഒരു നെല്ല് ചെറിയൊരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരവും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് സർവിങ് ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സേമിയ പായസം സർവിങ് ബൗളിലേക്ക് ഒഴിക്കാം. എങ്ങനെയുണ്ട് കണ്ടിട്ട്? റെഡിയായി സർവിങ് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ചെറിയ കൊച്ചു പിള്ളേരൊക്കെ ഇല്ലേ, അവരൊക്കെ കൊതിയോടുകൂടെ കഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്കേ കൊതി വരുന്നു അല്ലേ കാണുമ്പോൾ. അപ്പം എല്ലാവരും കഴിച്ച് നോക്കണേ. നല്ല ചൂടുകൂടെ നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.